ഈ മുഹമ്മദ് നബി ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. ഇതൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് 1000 പ്രാവശ്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇ എ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു ചുക്കും അറിയില്ല. ഈ വെല്ലുവിളിയിൽ നിന്ന് തന്നെ അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണെങ്കിലും ഇങ്ങനെ ഒരു വെല്ലുവിളിയുമായി ഇ എ ജബ്ബാർ വന്ന സ്ഥിതിക്ക് ആ വെല്ലുവിളി നമ്മളിതാ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇ എ ജബ്ബാറിനെ കിട്ടണ്ടേ? ഇ എ ജബ്ബാർ പോസ്റ്റ് ചെയ്ത ആ സന്ദർഭത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പർ തപ്പിപ്പിടിച്ച് എന്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. ഇ എ ജബ്ബാറിന്റെ ഫോണിൽ വിളിച്ചു. അതിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതേപോലെ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിനോട് പ്രതികരിക്കണം, നമുക്കിത് ചർച്ച ചെയ്യണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അപ്പോൾ എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഇദ്ദേഹം പറയാണ്, ഞാൻ സോഷ്യൽ മീഡിയയിലാണ്, യൂട്യൂബിലാണ് ഞാൻ എന്റെ വെല്ലുവിളി പോസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങളും അതേപോലെ പോസ്റ്റ് ചെയ്ത് അതിന്റെ ലിങ്ക് അയച്ചു തന്നാൽ മതി, ഞാൻ മറുപടി പറഞ്ഞോളാ എന്ന്. ഇതാണോ സത്യസന്ധത? ഒരു വെല്ലുവിളി നടത്തിയിട്ട് അതിലൊരു സത്യസന്ധതയുണ്ടെങ്കിൽ, അതിനോടൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിരന്തരമായി ബന്ധപ്പെടുകയും വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജും ഫോണിൽ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിനോട് പ്രതികരിക്കാതെ നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുമ്പോ ഇത് ആത്മാർത്ഥമായ വെല്ലുവിളിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തനിച്ച കാപട്യമാണ്. ഏതായാലും അദ്ദേഹം വന്ന് വെല്ലുവിളിച്ചു. സാധാരണ ഈ വെല്ലുവിളിക്കുമ്പോൾ എല്ലാവരും അനങ്ങാതിരിക്കുമെന്ന് വിചാരിച്ചാണ് വെല്ലുവിളിച്ചത്. പക്ഷേ റഫീഖ് സലഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിൽ കയറി പിടിച്ചു. അദ്ദേഹം മറുപടി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതേ സാമൂഹ്യ മാധ്യമത്തിലൂടെ തന്നെ ക്ഷണിച്ചു. അതുകൂടാതെ വ്യക്തിപരമായും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ജബ്ബാർ മാഷ് പിടികൊടുക്കുന്നില്ല. ജബ്ബാർ മാഷ് ക്വാറന്റൈനിലാണെങ്കിൽ ആ വിവരം സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിക്കണം. അതല്ല കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിക്കുന്ന തിരക്കിലാണെങ്കിൽ അതറിയിച്ചാലും മതി. ഏതവസ്ഥയിലാണെന്നുള്ള കാര്യം പ്രിയപ്പെട്ട റഫീഖ് സലഫിയോട് ഒന്ന് അറിയിക്കണമെന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന. ഇത് തെളിയിക്കാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് അവിടെ ഇരുന്ന് തെളിയിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് സംവാദത്തിനുണ്ടോ എന്ന്, ഫോണിൽ കൂടെ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ഫോണിൽ ആരോടും സംവാദം നടത്തുന്ന ആളല്ല. അതുപോലെ തന്നെ വാട്സപ്പിൽ ആരോടും ചാറ്റ് ചെയ്യാൻ പോകുന്ന ആളല്ല. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും ആഡ് ചെയ്താൽ തന്നെ ഞാൻ അതിന് ലെഫ്റ്റ് ചെയ്യാറാണ്. കാരണം എനിക്ക് എന്റെ ഫോണിൽ ഈ ഡാറ്റ വന്ന് നിറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും, പിന്നെ ഈ ഇത്തരം ചാറ്റുകൾക്ക് 10-50 പേര് ഇരുന്നുള്ള ഈ ചാറ്റിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഈ ജബ്ബാർ കഴിഞ്ഞ ദിവസം ഒരു വെല്ലുവിളിയുമായി രംഗത്ത് വന്നത്. അപ്പോ നമ്മുടെ റഫീഖ് സലഫി അത് കൃത്യമായി ഏറ്റെടുക്കുകയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സംവദിച്ചു നോക്കാം, പബ്ലിക് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്കതൊന്ന് സംവദിക്കാം, സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. ഒരുപാട് സൂം പോലെയുള്ള ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ലഭ്യമാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ ഒരു സംവാദം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് ഏറ്റെടുത്തപ്പോഴാണ് യഥാർത്ഥ ഈ വിഷയത്തിലുള്ള ഇവരുടെയൊക്കെ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായത്. ഏറ്റെടുത്തതോടുകൂടി ഇപ്പോ ജബ്ബാർ പറയുന്നത് അതെന്തിനാ ഇപ്പോ സംവാദം, ആ സംവാദം ആവശ്യമില്ലല്ലോ, നമുക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇറക്കിയാൽ പോരെ, എന്തിനാണ് സംവദിക്കുന്നത്, പ്രബന്ധം അവതരിപ്പിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംവാദത്തിൽ നിന്നും തടിയൂരുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇത് വളരെ വ്യക്തമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന പണി എന്ന് പറയുന്നത് തന്നെ ഈ ഇസ്ലാം വിമർശനമാണ്. ആയകാലം തൊട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ മാത്രം അറിയാവുന്ന ആൾക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിൽ സ്വയം വെല്ലുവിളിച്ചത് ഏറ്റെടുത്തപ്പോൾ അതിനുപോലും തയ്യാറാവാനുള്ള ആത്മവിശ്വാസമോ അതിനുള്ള ധൈര്യമോ ഇല്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുകയാണ്. ഇനി ഒരു പൊതു സ്റ്റേജിൽ സംവാദം നടത്തിക്കൊണ്ട് ഇത് തെളിയിക്കാനും ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ പൊതു സ്റ്റേജിൽ സംവാദം നടത്താൻ പറ്റിയ കാലമല്ല എന്ന് നമുക്കൊക്കെ അറിയാം.
അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത്. അതിന് ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ തയ്യാറുണ്ടോ, നിങ്ങൾ വാട്സപ്പിൽ തയ്യാറുണ്ടോ, നിങ്ങൾ ഫോണിൽ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തയ്യാറില്ല എന്ന് തന്നെയാണ് ഞാൻ ഉത്തരം പറയാം. കാരണം എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യം അതല്ല. അങ്ങനെ സ്വകാര്യമായിട്ട് ഈ മതകാര്യങ്ങളിൽ ഞാൻ ആരോടും അങ്ങനെ തർക്കിച്ച് സമയം കളയാറില്ല. കാരണം അതിന്റെ ആവശ്യമില്ല, അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. എന്താ മനസ്സിലായത്? ജബ്ബാർ സംവാദത്തിന് തയ്യാറല്ല, നേർക്ക് നേരെ ചർച്ച ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനല്ല. വളരെ കൃത്യമല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ എന്റെ ശ്രോതാക്കൾ പറയാം, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഫോണിൽ വിളിച്ചിട്ട് ഫോണിൽ സംവാദം നടത്തണം, ചർച്ച ചെയ്യണം എന്നാണോ നമ്മൾ പറഞ്ഞത്? അതല്ലെങ്കിൽ വാട്സപ്പിൽ ഞങ്ങൾ ചർച്ചക്കൊള്ളൂ എന്നാണോ പറഞ്ഞത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങൾ നടത്തിയ വെല്ലുവിളി അത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, നേർക്ക് നേരെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന കാര്യം പറയാനും അതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണത് ചർച്ച ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. അതാണല്ലോ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പബ്ലിക് പ്ലാറ്റ്ഫോം, നിങ്ങൾ പറയുന്ന രൂപത്തിൽ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സന്നദ്ധനാണ് എന്നാ പറഞ്ഞത്. നേർക്ക് നേരെയുള്ള ചർച്ച. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, നേർക്ക് നേരെ ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ചിലര് ഒരു 25 കൊല്ലം മുമ്പ് നമ്മൾ തന്നെ പൊളിച്ചടുക്കി എന്ന് പറയുന്ന ഈ പഴങ്കഥകളൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. എന്തോ വലിയ പുതിയ സംഭവങ്ങൾ എന്ന മട്ടില് ഈ ബിഗ് ബാങ് തിയറിയും വെള്ളടയാള ശാസ്ത്രവും ഭ്രൂണശാസ്ത്രവും ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ 4 നൂറ്റാണ്ട് മുമ്പ് നമ്മൾ പൊളിച്ചു കാണിച്ച കാര്യങ്ങളാണ്, പഴങ്കഞ്ഞിയാണ്. ആ പഴങ്കഞ്ഞിയൊക്കെ താങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ചിലർ മറുപടി പറയുന്നത്. ജബ്ബാറിനെ 5-6 തവണയായി പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ റഫീഖ് സലഫി വിളിക്കുന്നുണ്ട്. ജബ്ബാറിന്റെ ഏത് പഴങ്കഥയാണ് അത് ജബ്ബാറിനൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട്. ജബ്ബാറിനെ ഈ ശാസ്ത്രവും ഖുർആനും ഒക്കെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തിട്ട് പോലും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിനെ കൈയടിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും എല്ലാം ജബ്ബാറിനെ ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുന്നിൽ കൊണ്ടിരുത്തി ഈ റഫീഖ് സലഫിയെ പോലെയുള്ള ആളുകൾ വിളിച്ച ആ സംവാദത്തിനൊന്ന് തയ്യാറായി ജബ്ബാറിന് ഈ ഗ്രന്ഥത്തിലുള്ള ആഴത്തിലുള്ള ജ്ഞാനം ഒന്ന് പഠിച്ച് ജബ്ബാറാണ് മഹാജ്ഞാനിയെങ്കിൽ ആ ജ്ഞാനം ലോകത്തിന് മുഴുവൻ പ്രകാശമായി ഒന്ന് കൊടുക്കണം, എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൂടെയുള്ളവർ പരിശ്രമിക്കണമെന്നുള്ളതാണ് എന്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. അവസാനമായി നിങ്ങൾക്കൊരു ചാൻസ് കൂടെ തരികയാണ്. തയ്യാറുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ഇതേപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി, അതല്ലെങ്കിൽ വാട്സപ്പിന്റെയും ഫോണിന്റെ ഒക്കെ ചർച്ച വിടുക. എന്നിട്ട് ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ കുറച്ച് ആളുകൾ ഉണ്ടാവും, നിങ്ങൾ ഇഷ്ടമുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുവന്നിരുത്ത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അതിനാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അതല്ലാതെ ഈ ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കുന്ന, ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുന്ന പരിപാടി ജബ്ബാർ ദയവ് വിചാരിച്ചിട്ട് അവസാനിപ്പിക്കണം. ഈ ഒളിച്ചോടുന്ന ആളുകളൊക്കെ ഇതേ രൂപത്തിലുള്ള ചില ദുർന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വരാറുള്ളത്. അതുകൊണ്ട് ആ സംഗതികളൊക്കെ അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ ജബ്ബാർ മാഷെ ഞങ്ങൾക്കൊന്ന് കൊണ്ടുവന്ന് തരുമോ? ഈ ജബ്ബാർ മാഷെ ഞങ്ങൾക്കൊന്ന് കൊണ്ടുവന്ന് തരുമോ? മുസ്ലിങ്ങൾക്ക്, ഖുർആനിന്റെ അനുയായികൾക്ക് നേർക്ക് നേരെ സംവാദം നടത്താൻ ഈ ജബ്ബാർ മാഷ് സ്വയം തയ്യാറല്ല. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിട്ട് കുടുക്കി വലിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരുമോ? ഇത് ഞങ്ങളുടെ വെല്ലുവിളിയാണ്. നമ്മൾ ജനാധിപത്യത്തിൽ ആശയ സംവാദങ്ങൾ നടത്തുന്നതിന് ചില വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. ആ രീതി അനുസരിച്ചുള്ള ഒരു സംവാദത്തിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ തയ്യാറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. 2 പക്ഷത്തിനും തുല്യമായ സമയം വീതിച്ചു കിട്ടണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്. വേറെ ഡിമാൻഡുകളൊന്നുമില്ല. അതുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന പ്രശ്നം ഈ ഒരു വിഷയത്തിൽ ഈ മതം പഠിച്ച പണ്ഡിതന്മാരുമായിട്ട് സംവാദം നടത്തുന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏതാണെങ്കിലും സഹോദരങ്ങളെ, പലതവണ സംവാദത്തിൽ നിന്ന് ഇദ്ദേഹം ഊരാൻ നോക്കി. അവസാനം തന്ത്രപരമായി മുജാഹിദ് ബാലുശ്ശേരി ഇട്ട ഒരു ചൂണ്ടയിൽ ഇദ്ദേഹം കൊത്തിയിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് മുസ്ലിം പണ്ഡിതന്മാർ തെളിയിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അതിന് ഒരുങ്ങി നിൽക്കുകയാണ്. അതിനാണ് നിങ്ങളെ ആധുനികമായ സംവിധാനങ്ങളുണ്ട്, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലൂടെ നമുക്ക് നിങ്ങൾ ഈ ചലഞ്ച് ചെയ്ത നിങ്ങളുടെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇനി നിങ്ങൾ ഊരരുത്, ഇനി നിങ്ങൾ തടിയൂരരുത്, ഇനി നിങ്ങൾക്ക് ഊരാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ഒരു സംവാദത്തിന്, ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിച്ച ആ ചർച്ചയുണ്ടല്ലോ, മുജാഹിദ് ബാലുശ്ശേരി ഒന്നുകൂടി ശക്തമായി പറഞ്ഞ ആ ചർച്ചയുണ്ടല്ലോ,
അതിലേക്ക് ഇനിയും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിനാവശ്യമായ മറ്റു ചർച്ചകൾ എന്തൊക്കെയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോകാം. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനി ജബ്ബാർ മാഷിക്ക് എത്ര പേരെ വേണമെങ്കിലും, അവരുടെ ഭാഗത്തു നിന്ന് എത്ര പേരെ വേണമെങ്കിലും, അപ്പൊ ഞങ്ങളും ആലോചിക്കുക എത്ര പേര് വേണം, ഒരു ഭയപ്പാടില്ലാതെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, അദ്ദേഹം പ്രത്യേകമായി സെപ്റ്റംബർ 15 വെല്ലുവിളിച്ച ഖുർആനിൽ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ എന്തെങ്കിലും ഒന്ന് അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, പണ്ഡിതന്മാർ, മുസ്ലിമീങ്ങൾ, മുസ്ലിം സംഘടനകൾ ആ നിലക്ക് ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം. യുക്തിവാദികളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനെ ചെറുതാക്കി താഴ്ത്തിക്കെട്ടി അതൊരു വ്യക്തികളുമായി ഇരുന്നങ്ങ് ഒഴിവാക്കാനുള്ള ജബ്ബാർ മാഷ തന്ത്രം നടക്കരുത്. നിങ്ങൾ സത്യാന്വേഷികളാണെങ്കിൽ, നിങ്ങൾ യാഥാർത്ഥ്യം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും ഈ സംവാദത്തിന്റെ എല്ലാ രംഗത്തേക്കും കൊണ്ടുപോകണം. കോവിഡ് മാറി 5-8 മാസം കഴിഞ്ഞിട്ടോ 1 കൊല്ലം കഴിഞ്ഞിട്ടോ ആക്കാൻ വിചാരിക്കേണ്ട. ഓൺലൈനിലൂടെയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. റഫീഖ് സലഫി ഞങ്ങളോട് ആ കാര്യം നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിബന്ധനയും പാലിച്ച് മുന്നോട്ട് പോകാം. ദൈവം സത്യത്തിലെത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.